എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജാനുവരി 1, ഒരു പുതുവത്സരം കൂടി ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് എല്ലാ വർഷവും ഇങ്ങനെ ഓരോ ഇയർ വരുന്ന സമയത്തും നമുക്ക് പുതിയ പുതിയ എന്താ പറയുക, നമ്മുടെ ലൈഫ് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റണം, അന്നെങ്കിലും ഒന്ന് എന്താ പറയുക റീഅറേഞ്ച് ചെയ്യണം എന്നൊക്കെ തോന്നുന്ന ഒരു സമയമാണ്. എനിക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. എന്തോ ജസ്റ്റ് അതിപ്പോൾ ഒരു കലണ്ടറിലെ ഒരു മാറ്റം മാത്രമായിരിക്കാം, പക്ഷെ നമ്മൾ അപ്പോഴേക്കും എന്തോ ഞാനൊക്കെ കരുതുന്ന അങ്ങനെയാണ്. അതായത് എന്തോ ജസ്റ്റ് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ, അങ്ങനെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം, അതിൻ്റെ ഒരു തുടക്കമാവണം, അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവർ തന്നെ ആയിരിക്കും പലരും. അതേപോലെ തന്നെ ഇപ്പോൾ 2024 എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മോശപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ മോശപ്പെട്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് സങ്കടകരമായ കാര്യങ്ങളും അതേപോലെ സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ കൂടിയുള്ള ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു ഇയർ തന്നെയായിരുന്നു. അതിൽ പ്രധാനമായിട്ട് 2024 എൻ്റെ അമ്മാവൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം. അത് അമ്മാവൻ എന്നതിലുപരി അദ്ദേഹം ഞങ്ങൾക്ക് അച്ഛനേക്കാൾ ഒരുപടി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം നമുക്ക് വല്ലാതെ വിഷമമുണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ അതുപോലെ തന്നെ അങ്ങനെയുള്ള സംഭവങ്ങളും അതിന് അല്ലാതെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള കൊല്ലമാണ് 2024. 2023 എന്നെ സംബന്ധിച്ചോളം ഏറ്റവും മോശപ്പെട്ട ഒരു ഇയറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഇയറാണ്. നമുക്ക് ഹെൽത്ത് ഇഷ്യൂസും പിന്നെ ഒരു അങ്ങനെ അല്ലാതെ ഒരുപാട് നമ്മൾ ജീവിതത്തിൽ പറയില്ലേ അപ്സ് ആൻഡ് ഡൗൺസ് എന്നൊക്കെ പറയില്ലേ, അതിലേറ്റവും ഡൗൺ ആയിട്ടുള്ള ഒരു ഇയറായിരുന്നു. നമ്മൾ ഒരു വീഴ്ചയിലൊക്കെ പെട്ടുപോകുന്ന ഒരു ഇയറായിരുന്നു 2023. പക്ഷേ ഞാനതിൽ നിന്നൊക്കെ കരകയറി പോകുന്ന 2024 ഞാനൊരു എന്താ പറയുക ബാക്ക് ടു ലൈഫിലേക്ക് എന്താ പറയുക വന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് 2024 2023 കുറച്ചുകൂടി ബെറ്ററാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ആസ് എ മദർ, ആസ് എ വൈഫ് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു 2024. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ എൻ്റെ സ്കൂളിൽ നിന്നും പല കാരണങ്ങളുണ്ട്, ഞാനൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഈ വർഷം പാർട്ട് ടൈമായിട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്നുണ്ട്. അല്ലാതെ ഞാൻ വർക്കിംഗ് ഡേയ്സിലൊക്കെ അധികം വീട്ടിൽ തന്നെ ഈ വർഷം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കെൻ്റെ കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികളുടെ കൂടെ കൂടുതൽ നേരം ഇരിക്കാനും അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾക്ക് ഒരുപാട് എൻഗേജ്ഡ് ആവാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ളൊരു വർഷമാണ്. അപ്പോൾ ഒരു പരിധിവരെ ആ ഒരു എന്താ പറയുക ജോലിക്ക് പോകുന്നതിൻ്റെ റിസ്ക് കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലാത്തൊരു ഇയറായിരുന്നു ഇത്. പണ്ട് മുതലേ കുട്ടികളൊക്കെ ജനിച്ചത് മുതലേ അവർക്ക് 3 മാസം ആയ ടൈം കഴിഞ്ഞ മുതലേ ഞാൻ ജോലിക്ക് പോയിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ജോലി, വീട്, അങ്ങനെയെല്ലാം കൂടി മാനേജ് ചെയ്ത് പോയിരുന്ന ഒരാളാണ്. അങ്ങനെ തന്നെയാണ് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നത്. പക്ഷെ ഞാൻ അതിന്നൊക്കെ ഈ ഒരു വർഷം വ്യത്യസ്തമായിട്ട് വീട്ടിലിരുന്നപ്പോൾ അതിന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് യാത്ര എന്ന് പറയുന്നത് ചെറിയ ചെറിയ യാത്രകളാട്ടോ. ചെറിയ യാത്രകളൊക്കെ പോകാം. നമുക്ക് യാത്രകൾ എപ്പോഴും നമുക്ക് മനസ്സിന് സന്തോഷം തരുന്നതാണ്, അല്ലെങ്കിൽ ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്നതാണ്. അത് ചെറിയ യാത്ര ആയിക്കോട്ടെ, വലിയ വലിയ സ്ഥലങ്ങളിലേക്ക് പോകണമെന്നൊന്നുമില്ല. ഒരു ഡേ ട്രിപ്പായിരിക്കാം, അല്ലെങ്കിൽ 2 days ട്രിപ്പ് ആവാൻ നമ്മുടെ ഏറ്റവും അടുത്ത പ്ലേസിലേക്ക് ആവാം. എങ്കിലും ഞാൻ ഒരുപാട് യാത്രകൾ ഈ വർഷം പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പോസിറ്റീവായ കാര്യങ്ങളാണ്. എന്തായാലും ഓരോ വർഷവും നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ അങ്ങനെ പ്രീ പ്ലാനൊന്നും ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിത് ഇതുവരെ ഇപ്പോൾ ഈ 2-3 വർഷങ്ങളായിട്ട് നമ്മൾ വിചാരിക്കാത്ത പലതുമാണ് നടക്കുന്നത്. അപ്പോൾ ഒരുപാട് അങ്ങനെ പ്ലാനിങ് ഒന്നും ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് വിഷമം നടന്നില്ലെങ്കിൽ തോന്നും. പിന്നെ പ്രധാനമായിട്ട് 2023 ലാസ്റ്റിലാണ് ഞാൻ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമൊക്കെ ആദ്യമായിട്ട് തുടങ്ങുന്നത്. അതുവരെ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷത്തിൽ ഒരുപാട് ഞാൻ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളും യൂട്യൂബിൽ അത്ര ഞാൻ ചെയ്തിട്ടില്ല, മടികൊണ്ട് തന്നെയാണ്. അപ്പോൾ റീൽസുകളൊക്കെ ഇട്ട് കുറേ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി.
അതുപോലെ യൂട്യൂബിലാണെങ്കിലും ശരി എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ അതൊക്കെ എനിക്ക് നമുക്ക് മെൻ്റലി ഒരു എന്താ പറയുക ഒരു ഹാപ്പിനെസ് അത്രയേ ഉള്ളൂ. അതായത് നമുക്കങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ അതൊരു നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ നമുക്കൊരു എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ അത്ര ആൾക്കാരെങ്കിലും സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ വളരെ വളരെ അധികം സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് 2025-ലും റെസൊല്യൂഷൻസ് ഒന്നും അങ്ങനെ ഞാൻ എടുക്കാറില്ല. അങ്ങനെയൊന്നും എടുത്താൽ ഞാൻ പാലിച്ചു പോവില്ല. അപ്പോൾ അത് കാരണം അങ്ങനെ റെസൊല്യൂഷൻസ് ഒന്നുമില്ല. എന്നാലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും പല കാര്യങ്ങൾ ചെയ്ത് തീർക്കണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും. അതേപോലത്തെ ഓരോ ചിന്തകൾ എനിക്കും ഉണ്ട്. 2025 ഞാൻ വിചാരിക്കുന്നത് നോർമൽ ബാക്ക് ടു ലൈഫ് മീൻസ് ബാക്ക് ടു പ്രൊഫഷണൽ ലൈഫ്. നമ്മുടെ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് കുറച്ചും കൂടി പണ്ടത്തെ പോലെ തന്നെ തിരിച്ച് 2025 പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് സ്കൂൾ ലൈഫിലോട്ട് തന്നെ തിരിച്ച് പോകണം എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ ചിന്തകൾ ഓരോ സമയത്ത് തോന്നും, കുറച്ച് കഴിഞ്ഞാൽ മാറുകയാണ്, അതാണ് പ്രശ്നം. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ 2025 അത് മാത്രമാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ 2025 നടക്കട്ടെ. കഴിഞ്ഞ വർഷം നമ്മൾ നടക്കാതെ സങ്കടം ആയി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നടക്കാതെ പോയിട്ട് സങ്കടപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ വർഷത്തിൽ നടക്കാൻ കഴിയട്ടെ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. താങ്ക് യു.